ഉള്ള പണിയാണ്. നമ്മൾ പണി മൊത്തം നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ടാണ് ചെയ്തത്. അവർ അവിടെ തന്നെ ഇട്ട് അതിന് ബെൽറ്റ് ഇട്ടു, അതിന് ശേഷം അതിന് സ്പോഞ്ച് ഇട്ടു, ഏതാണ്ട് ഒരുപാട് അത് ഉറച്ചിരിക്കാൻ വേണ്ടി എന്തോ ഒരു ഫെവിക്കോൾ, അത് ഇതിൽ സോഫ സെറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന 3 ഫെവിക്കോൾ യൂസ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ഓർത്തില്ല ഇത്രയും നല്ല അടിപൊളിയാവുന്നു. കാരണം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ അവർ നല്ല ആത്മാർത്ഥമായിട്ട് പണിത്. ഏകദേശം 4 ദിവസം ഉണ്ടായിരുന്ന പണി, അതിലൊരു ദിവസം ഹാഫ് ഡേ, ബാക്കി പണി ഉണ്ടായിരുന്നു. കാരണം ഇത് വളരെ കണക്കെടുത്ത് മെഷർമെൻ്റ് എല്ലാം എടുത്ത് അതിനെ കൃത്യമായിട്ട് അതിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ എല്ലാ ഭാഗവും അതേ എഡ്ജൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. പക്ഷെ അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തു. രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ടാണ് ആ മെഷീൻ്റെ കവറെല്ലാം സെറ്റ് ചെയ്തത്. ആ കവർ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല ഗൈസ്. അതിനെ അളവെടുത്ത് പിന്നീട് കൊച്ചു കൊച്ചു പീസാക്കി പിന്നെ അതിൽ കുറേ സ്പോഞ്ചസൊക്കെ അടിച്ചതാ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തു ഗൈസ്. വളരെ പെട്ടെന്നായിരുന്നു ഗൈസ്. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ട ഓരോ ചെറിയ ഭാഗം പോലും അവർ നല്ല ആ പോയിൻ്റ് വരെ കറക്റ്റായിട്ട് ചെയ്തു. ഇത് മെഷർമെൻറ്റ് കളിയാണ്. മെഷർമെൻ്റ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല ഗൈസ്. കാണുമ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെയധികം കഷ്ടപ്പാടാണ് ഈ സോഫ സെറ്റിയൊക്കെ പണിയാൻ. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് രണ്ടുപേരും ചെയ്തു. ഒരു ചേട്ടനും ഒരു മാമനും കൂടെ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ കേട്ടോ. ഇതൊക്കെ അകത്ത് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അവർ ചെയ്തതാണ് ഗൈസ്. പിന്നെ ഇതിന് മുന്നത്തെ കവറിനേക്കാളും നല്ല മൊത്തത്തിൽ ആ വെൽവെറ്റ് കവർ വെച്ച് ചെയ്തു തന്നു. ഇതതിൻ്റെ അടിഭാഗമാണ്. ഈ അടിഭാഗം അവർ ഇത് കാണുന്ന പോലെ കട്ടിയില്ലാത്ത നല്ല കട്ടിയുള്ളൊരു തുണിയാണേ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താണെന്ന്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു, വേറൊന്നും പറയാനില്ല, പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും അവർ സ്പീഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഗൺ സ്റ്റാപ്പയർ പോലത്തെ അതിൻ്റെ വലിയ ഗണ്ണാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ച് നല്ല അടിപൊളിയായിട്ട്. ഒന്നുമല്ല, അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞൊരാണിയുണ്ട്, അതും അടിച്ചു. നല്ല സെക്യൂർ ആക്കിയിട്ട് തന്നെയാണ് അവരത് ചെയ്തേക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ മെഷർമെൻ്റാണ്. അത് അവരെടുക്കുന്ന രീതി വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കൊരു സെറ്റ് പോയ കാരണം പുതിയത് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നമുക്കതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് നിയർ ബൈ നിങ്ങളുടെ കാണും. അപ്പോൾ അവിടെയൊക്കെ ചെന്നൊന്ന് അന്വേഷിക്കണം. നമുക്കൊരു പുതിയ സെറ്റ് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ സെറ്റ് ഒന്നും കൂടി അടിപൊളിയായിട്ട് കേസും. ഇത് ലാസ്റ്റ് എഡ്ജ് ഭാഗമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരതിനെ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. കോഴിക്കോളും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഭംഗിയാണ്. പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സെറ്റിയേക്കാളും വളരെ അടിപൊളിയായിട്ട്